നമ്മളുടെ പുതിയ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള എക്സ്ബോക്സ് സിഇഒ ആശ ശർമ്മയുടെ കുറച്ച് അടിപൊളി എന്താ പറയാ ഈ എക്സ്ബോക്സിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറെ അടിപൊളി തീരുമാനങ്ങളായിട്ട് അവർ വന്നിട്ടുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് സോണിയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് വിഷമം തോന്നിയ ഗോസ്റ്റ് ഓഫ് സുഷീമ പോലെയുള്ള പി സിയിലേക്ക് കൊണ്ടുവന്ന അടിപൊളി ഗെയിംസ് ഒക്കെയാണ്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു വിഷമം തോന്നുന്ന കുറച്ച് വാർത്തകളും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 200, 300, 400 ഫ്രെയിംസ് ഒക്കെ പോരാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മറ്റുള്ള ഒരു ഫീച്ചറും കൂടി ചേർത്തുകൊണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മോണിറ്ററിന് ചേർന്ന രീതിയിലുള്ള ഫീച്ചേഴ്സൊക്കെ ചേർത്തുകൊണ്ട് ഈ മാസം മാർച്ച് 31 എൻവിഡിയ ഡ്രൈവർ അപ്ഡേറ്റിലൂടെ പുതിയൊരു മൾട്ടി ഫ്രെയിം ജനറേഷൻ, പുതിയൊരു ടെക്കും കൂടി കൊണ്ടുവന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻവിഡിയയുടെ ഭാഗത്ത് നിന്ന് 8 GB VRAM കുറവാണെന്നുണ്ടെങ്കിൽ ഇന്നാ പിടിച്ച് 1 GB VRAM കൂടി ചേർത്തിട്ടുണ്ട്. ഒരു പുതിയ കോമഡി കാർഡും ഗ്രാഫിക് കാർഡ്, കോമഡി കാർഡെന്നൊന്നും പറയാൻ പറ്റില്ല, ആവശ്യക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ എൻവിഡിയയുടെ ഭാഗത്ത് നിന്ന് ഒരു അടിപൊളി എന്ന് പറയുന്ന ഒരു വെറൈറ്റി കാർഡും വന്ന അതിൻ്റെ വിശേഷങ്ങളും പറയും. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ മാക്കിൻ്റെ പുതിയ ലാപ്ടോപ്പ് എന്ന് പറയാൻ പാടില്ല, മാക്ബുക്ക് ആയിട്ടുള്ള നിയോ എന്ന് പറയുന്ന ഒരു പുതിയ ലാപ്ടോപ്പിന്റെ ഫുൾ സ്പെക് വിശേഷങ്ങളും കൂടി ചർച്ച ചെയ്യും. അപ്പോൾ ഹാർഡ്വെയർ ടിവിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ പ്രോജക്റ്റ് ഹീലിക്സ്, എനിക്ക് വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നിയ ആശ ശർമ്മ, എക്സ്ബോക്സിന്റെ പുതിയ സിഇഒ, ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിട്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഒരു മൊണോപ്പൊളി സൃഷ്ടിച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ പ്രോജക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഹീലിക്സ് എന്നൊക്കെ ഞാൻ വായിച്ചൊക്കെ ഇപ്പോൾ ഹീൽ ചെയ്യുക, റിക്കവർ ചെയ്യുക, ആ ഒരു അർത്ഥങ്ങളൊക്കെയാണ്. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, ഇനി അടുത്ത ജനറേഷൻ കൺസോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺസോൾ ഗെയിംസും പി സി ഗെയിംസും ബാക്ക്വേർഡ്സ് കോമ്പാറ്റബിൾ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്രീ ബിൽഡ് പി സി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വേറൊന്നും കൊണ്ടിട്ടല്ല, നമ്മൾക്ക് ഇനി മുതൽ എന്താ പറയുക, ഇനി കൺസോൾ ഗെയിംസിന് വേണ്ടി കളിച്ചിട്ട് ആ ഒരു കൺസോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ എക്സ്ബോക്സിൻ്റെ ഡെവലപ്പേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പേടിക്കാതെ നമുക്ക് പി സിയിലും ചിലപ്പോൾ ഒരുപക്ഷെ ഗെയിം പാസ് എന്ന് പറയുന്ന സംഭവം, ഒറ്റ ഗെയിം പാസിൽ പണ്ടത്തെ അടിപൊളിയായിട്ടുള്ള കൺസോൾ ഗെയിംസ് അല്ലെങ്കിൽ പി സി ഗെയിംസ് എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒറ്റ ഗെയിം പാസിലൊക്കെ ചേർത്തുകൊണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രോജക്റ്റ് ഹീലിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന അടുത്ത നെക്സ്റ്റ് ജനറേഷൻ കൺസോളാണ് പ്രോജക്റ്റ് ഹീലിക്സ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു സംഭവം. അപ്പോൾ അതിൻ്റെ സ്പെക്ക് അടിപൊളിയാണ്. അതിൻ്റെ CPU എന്ന് പറയുന്നത് Zen 6 ആർക്കിടെക്ചറിൽ വരുന്ന 10 കോറുള്ള ഒരു CPU ആണ്. നമ്മളുടെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയതെന്ന് പറയുന്നത് Zen 5 CPU ആർക്കിടെക്ചറാണ്. അപ്പോൾ അടുത്ത പ്രോജക്റ്റായിട്ട് വരാൻ വേണ്ടി പോകുന്നത് AMDയുടെ Zen 6 CPU ആണ്. അത് 10 കോറുള്ള ഒരു CPU ആണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സാധാ ലെവൽ ഗെയിമിങ്ങിനൊക്കെ നമുക്കൊരു 8 കോറ് CPU മതി. അപ്പോൾ ഇവർ അടുത്ത ആർക്കിടെക്ചറിൽ 10 കോറ് വെച്ചുകൊണ്ടാണ് വരുന്നത്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അത് കൂടാതെ തന്നെ ഗ്രാഫിക് കാർഡിനെ കുറിച്ചും പറഞ്ഞുതരാം. RDNA 5 ആർക്കിടെക്ചറിലും ആയിരിക്കും നമ്മളുടെ GPU. ഈ പ്രോജക്റ്റ് ഹീലിക്സിന് വരുന്ന നെക്സ്റ്റ് ജനറേഷൻ എക്സ്ബോക്സ് വരാൻ വേണ്ടി പോകുന്നത് RDNA 5 എന്നാണ്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ GPU AMDയുടെ GPU എന്ന് പറയുന്നത് RDNA 4 ആർക്കിടെക്ചറിൽ വരുന്നതാണ്. അതായത് അടുത്ത എക്സ്ബോക്സ്, ഇതുവരെ ഇറങ്ങാത്ത അടുത്ത ജനറേഷൻ, ഇപ്പോൾ ഡെവലപ്പിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്ന അടുത്ത ജനറേഷൻ CPU അടുത്ത ജനറേഷൻ GPU വെച്ചുകൊണ്ടിട്ടുള്ള ഒരു എക്സ്ബോക്സ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്, അടുത്ത ജനറേഷൻ എക്സ്ബോക്സ് എന്ന് പറയുന്നത് റേ ട്രേസിങ്, അവർക്ക് ഹാർഡ്വെയർ ആക്സിലറേറ്റർ ആയിട്ടുള്ള റേ ട്രേസിങ്, അതായത് സ്വന്തം ഹാർഡ്വെയർ ഉപയോഗിച്ചിട്ട് റേ ട്രേസിങ് പുഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹാർഡ്വെയർ കൊണ്ടുവരണം എന്നാണ് അവരുടെ ആഗ്രഹം. അപ്പ് സ്കെയിലിംഗ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. റേ ട്രേസിങ് പോലെ പാത്ത് ട്രേസിങ്ങും കൂടി എങ്ങനെയെങ്കിലും, അതായത് ഇനി അങ്ങോട്ട് നമ്മൾ എത്രയൊക്കെ റേ ട്രേസിങ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നത് എന്താ പറയുക, റേ ട്രേസിങ്ങും പാത്ത് ട്രേസിങ്ങും ഒക്കെ തന്നെയായിരിക്കും. ഞാൻ ഈ ഒരു ബെഞ്ച് മാർക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. RTX 2060 6 GB VRAM ഉള്ള കാർഡ് വെച്ചിട്ട് റേ ട്രേസിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗെയിം ഡെവലപ്പേഴ്സ് വിചാരിച്ചാൽ ഒപ്റ്റിമൈസ് ഒക്കെ ചെയ്യാൻ പറ്റാവുന്ന കാര്യമേ ഉള്ളൂ. മെനക്കേടാണ്. അപ്പോൾ അവർക്ക് സമയമില്ല, അവർ അപ്പ് സ്കെയിലിങ്ങും ഫ്രെയിം ജനറേഷനൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പുഷ് ചെയ്ത് അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് വിടും. അപ്പോൾ എക്സ്ബോക്സ് എന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഫിക്സഡ് ആയിട്ടുള്ളൊരു ഹാർഡ്വെയർ ഫീച്ചർ അവരുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെവലപ്പേഴ്സിന് കുറച്ചും കൂടി ഈസിയാണ് പി സി ഗെയിംസിൽ, അതായത് എക്സ്ബോക്സിനെ കോൺസെൻട്രേറ്റ് ഉള്ള ആ പ്രോജക്റ്റ്, ആ പുതിയ ഹാർഡ്വെയർ വെച്ചിട്ട് അവർക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതിൻ്റെ പുറകിൽ വേറൊന്നുമല്ല, നമ്മളുടെ കുറേ എക്സ്ബോക്സിൻ്റെ കുറച്ച് ഫാൻസ് കുറേ പേരൊക്കെ പോയി സോണിയുടെ കുറച്ച് അടിപൊളി ഗെയിംസൊക്കെ വന്നപ്പോഴേക്കും കൺസോൾ എന്നുള്ള നിലയിൽ എക്സ്ബോക്സിനെ വിട്ടുകൊണ്ടിട്ട് സോണിയിലേക്ക് പോയിട്ട് പ്ലേ സ്റ്റേഷനിലേക്ക് പോയ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരെയും തിരിച്ചിങ്ങോട്ട് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ആശ ശർമ്മ ആ ഒരു പ്രൊജക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. ഒരു പി സി ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ അയാൾ കൺസോളിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ GTA 6 ഒക്കെ വരാൻ വേണ്ടി പോയാണല്ലോ, അവർക്ക് വേണ്ടത് പി സിയിൽ നിന്ന് പോകാതെ ചിലപ്പോൾ എക്സ്ബോക്സിലൂടെ എൻ്റെ ഗെയിം പാസിലൂടെ രണ്ടും കമ്പൈനൊക്കെ ചെയ്തുകൊണ്ട് പ്ലേ സ്റ്റേഷനിലേക്ക് പോകാതെ എക്സ്ബോക്സിൽ കൊണ്ടുവന്ന് നിർത്തുക. ഇതൊക്കെയായിരിക്കാം ഇവരുടെ ആ ഒരു ലക്ഷ്യത്തിൻ്റെ പുറകിലുള്ള
ഉദ്ദേശം. ഇതോടൊപ്പം തന്നെ നമ്മളുടെ ആസ്യൂസ് തന്നെ ഇതിൻ്റെ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു മോഡലും കൊണ്ടുവരാൻ വേണ്ടി സാധ്യതയുണ്ട്. അതായത് നമ്മുടെ സോണി മാനുഫാക്ചറിങ് എല്ലാം ഒരേ ഒറ്റൊരു ഭംഗിയിലായിരിക്കുമല്ലോ. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ എഡിഷൻ എന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഗെയിമിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏസ്യൂസ് അവരും അവരുടെ ഒരു ഹൈബ്രിഡ് മോഡലായിട്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മളുടെ ഈ പുതിയ പ്രോജക്റ്റ് ഹീലിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന അടുത്ത ജനറേഷൻ കൺസോൾ. ഇത് കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ സെൻ 6 വരാൻ വേണ്ടി പോകുന്ന ആർക്കിടെക്ചർ CPU എന്ന് പറയുന്നത് അടുത്ത വർഷമേ റെഡിയായി പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ AMD പറയുന്ന അടുത്ത വർഷം വരും. മൈക്രോസോഫ്റ്റ് അതിൻ്റെ ഭാഗത്തുമായിട്ട് അല്ലെങ്കിൽ എക്സ്ബോക്സ് അതിൻ്റെ ഭാഗമായിട്ട് ഒഫീഷ്യലായിട്ട് കൺഫർമേഷൻ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രോജക്റ്റ് ഹീലിക്സ് എന്ന് പറയുന്ന ആശ ശർമ്മ നയിക്കുന്ന പുതിയ എക്സ്ബോക്സ് മറ്റുള്ള പ്ലെയർ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു കൺസോൾ പ്ലെയറായ എക്സ്ബോക്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം. അപ്പോൾ എക്സ്ബോക്സിന്റെ ഭാഗത്തു നിന്ന് പ്രോജക്റ്റ് ഹീലിക്സിന്റെ ഭാഗമായിട്ട് നല്ല അടിപൊളി നല്ല സന്തോഷ വാർത്ത വന്നപ്പോഴേക്കും വിഷമം തോന്നിയ അടുത്ത കൺസോൾ പാർട്ടി ആയിട്ടുള്ള സോണിയുടെ പ്ലേ സ്റ്റേഷൻ തീരുമാനിച്ചിട്ടുള്ളൊരു വിഷമം തോന്നിയൊരു വാർത്തയുണ്ട്. വേറൊന്നുമല്ല, ഗോസ്റ്റ് ഓഫ് സുഷിമ നിങ്ങൾ PC കളിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. വളരെ ചെറിയ ഹാർഡ്വെയർ ഉണ്ടെങ്കിൽ പോലും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുള്ളി ഗ്രാഫിക്സിൽ അടിപൊളി സ്റ്റണ്ണിങ് സംഭവങ്ങളൊക്കെ തരാനുള്ള ഒരു ഗെയിമാണ് നമ്മുടെ ഗോസ്റ്റ് ഓഫ് സുഷിമ. അപ്പോൾ ഈ ഇടയ്ക്ക് ഗോസ്റ്റ് ഓഫ് ഫിയോട്ടായി ഇറങ്ങി. അപ്പോൾ ഞാൻ അത് PC വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ വെയിറ്റ് ചെയ്തിരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം വേറൊന്നുമല്ല, സോണി തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി സോണി ഇൻവെസ്റ്റ് ചെയ്ത് പൈസ മുടക്കി ഇറക്കുന്ന ഗെയിമുകളൊന്നും പ്ലേ സ്റ്റേഷനിലേക്ക് PC പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നില്ല. അപ്പോൾ ഇത് എൻ്റെ ഒരു അന്വേഷണങ്ങളിൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് നമ്മുടെ മൈക്രോസോഫ്റ്റും എക്സ്ബോക്സും കൂടി ഒന്നിക്കാൻ നേരത്ത് ഞാൻ ഒരു PC പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ കൺസോൾസിൽ വരാൻ നേരത്തുള്ള ഗെയിമിൽ കൺസോൾ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ സോണി ഇപ്പോൾ ഒരു സോണി എക്സ്ക്ലൂസീവ് PCയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത കൺസോൾ എന്ന് പറഞ്ഞാൽ എക്സ്ബോക്സ് ഉണ്ടെങ്കിൽ എനിക്ക് അത് മതി കൺസോൾ എന്നുള്ള രീതിയിൽ ഗെയിംസ് കളിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കൺസോളും പിന്നെ സോണിയുടെ ഭാഗത്തുനിന്നുള്ള ഗെയിംസ് എന്തായാലും PCയിലേക്ക് വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സെക്ഷനിൽ നിന്നാൽ മതി. അപ്പോൾ ഇതിപ്പോൾ സോണി ഉദ്ദേശിക്കുന്നത് സോണിയുടെ നല്ല അടിപൊളി ഗെയിംസ് കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്ലേ സ്റ്റേഷൻ മേടിക്കുക, എന്നിട്ട് അവിടെ നിന്ന് കളിക്കുക. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ബേസിക്കലി മാർക്കറ്റ് ഇപ്പോൾ മറ്റേ ചേരിതിരിഞ്ഞ് അടി എന്ന് പറയില്ലേ, ആ ഒരു ഇതിലേക്കാണ് പോണത്. അപ്പോൾ പണ്ട് സോണി ഒരുപാട് അടിപൊളി ഗെയിംസൊക്കെ നമ്മുടെ പ്ലേ സ്റ്റേഷൻ PCയിലേക്ക് കൊണ്ടുവരുന്നു. ലാസ്റ്റ് ഓഫ് അസ് ഒക്കെ അതേപോലത്തെ ഒരു അടിപൊളി ഗെയിമാണ് ഈയിടക്കല്ല കുറച്ചാളായി ഇറങ്ങിയിട്ട്. എൻ്റെ ഒരു വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോസ്റ്റ് ഓഫ് ഫ്യൂട്ടായി എനിക്കിനി കളിക്കാൻ വേണ്ടി പറ്റില്ല. അത് കളിക്കണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റേഷൻ മേടിക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, GTA 6 വരുന്നുണ്ട്, ഇനി അതെന്തുകൊണ്ടിട്ട് ഇനി PCയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്ലേ സ്റ്റേഷൻ മേടിക്കണോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മുടെ GTA റോക്സ്റ്റാർ ഡെവലപ്പേഴ്സ് സോണിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഇതൊന്നുമല്ല. അപ്പോൾ അവർ നേരിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവം അവർക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം. ബേസിക്കലി തേർഡ് പാർട്ടിയാണ് ഗെയിം ഡെവലപ്പ് ചെയ്ത് സോണി ഒരു പ്ലാറ്റ്ഫോമായിട്ട് തിരഞ്ഞെടുത്തിട്ട് അവിടെ കൊണ്ട് ഗെയിം റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റൈറ്റ്സ് ഉണ്ട്. അവിടെ റിലീസ് ചെയ്യണോ, പ്ലേ സ്റ്റേഷനിൽ റിലീസ് ചെയ്യണോ, എക്സ്ബോക്സിൽ റിലീസ് ചെയ്യണോ, PCയിൽ റിലീസ് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ എല്ലാ ഗെയിംസും അല്ല, സോണി സ്വന്തമായിട്ട് പൈസ മുടക്കി ഈ മേടിക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇറക്കുന്ന ഗെയിംസ് മാത്രമാണ് ഈ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത്. അപ്പോൾ ഈയിടക്ക് നമ്മളെ PCയിലേക്ക് വന്ന ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 2 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ നമ്മുടെ PC സെയിൽസിൽ വെച്ചിട്ട് വലിയ മെച്ചം ഉണ്ടായിരുന്നില്ല. അവർക്ക് പ്രോഫിറ്റ് വെച്ചിട്ട് വലിയ മെച്ചം ഉണ്ടായിരുന്നില്ല. ഒരുപാട് സ്റ്റീമിലെ സെയിൽസും കീസും ഒക്കെ വെച്ചിട്ട് അവർക്ക് വലിയ ലാഭമില്ല ആ ഒരു സംഭവം വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റീമിൻ്റെ വാൽവ് മെഷീൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതും ഒരു കൺസോൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രീബിൽഡ് PC പോലെ തന്നെയാണ്. അതായത് സ്റ്റീം PC ബേസ്ഡ് ആയിട്ടുള്ള ഗെയിംസാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സോണി ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ഗെയിംസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അത് സോണി പ്ലേ സ്റ്റേഷനിൽ മാത്രം എക്സ്ക്ലൂസീവായിട്ട് വെക്കുന്നു. ഇങ്ങനെ വെക്കാൻ നേരത്ത് PC പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഇനിയിപ്പോൾ എക്സ്ബോക്സും ഉണ്ട്, എക്സ്ബോക്സും PCയും അപ്പോൾ അവർ ഷെയറായി. അതിനോടൊപ്പം തന്നെ വരാൻ വേണ്ടി പോവുകയാണ് സ്റ്റീമിൻ്റെ വാൽവ് മെഷീൻ. അപ്പോൾ ഇവരെല്ലാവരും അപ്പോൾ PC പ്ലാറ്റ്ഫോം, എക്സ്ബോക്സ്, സ്റ്റീം, വാൽവ് മെഷീൻ ഇവരെല്ലാവരും ഒരു മാർക്കറ്റ് ഷെയർ ചെയ്യുന്നു. മറ്റു മാർക്കറ്റ് അടിപൊളി എന്താ പറയുക, സോണി ഇൻവെസ്റ്റ് ചെയ്ത് ഇറക്കുന്ന നല്ല അടിപൊളി ഗെയിംസ് സോണി മാത്രം അതിൽ പ്ലേ സ്റ്റേഷനിൽ നിർത്തിക്കൊണ്ടിട്ട് അവർ ആ ലാഭം അവിടെ നിന്ന് കൊയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം. പക്ഷേ സോണിയിൽ നിന്ന് ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മളുടെ ഗെയിമേഴ്സിൻ്റെ ഒരു പരാതിയായിരുന്നു കുറച്ചും കൂടി വീറാമുള്ള കാർഡ് തരൂ എന്നുള്ളത്. അപ്പോൾ NVIDIA ആ ഒരു സംഭവം അനുസരിച്ചിട്ടുണ്ട്. നമ്മളുടെ ഗെയിമേഴ്സിൻ്റെ സംഭവങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, വീറാം തരാമെന്നുള്ള രീതിയിലുള്ള കാർഡുകൾ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി മുതൽ 8 GB വീറാം അല്ല, RTX 50യുടെ ഒരു 8 GB കാർഡ് മാറ്റി വെച്ചുകൊണ്ട് അവർ കൂടുതൽ വീറാം തന്നുകൊണ്ടിട്ട് 1 GB വീറാമും കൂടി ആഡ് ചെയ്തുകൊണ്ടിട്ട് തന്നിട്ടുണ്ട്. മറ്റേ എന്താ പറയുക, സന്തോഷമായില്ല എന്നുള്ള രീതിയിൽ എനിക്കിത് കേട്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. സംഭവം വേറൊന്നുമല്ല. അപ്പോൾ നമ്മൾ ആലോചിക്കും, എന്തായാലും 1 GB എങ്കിൽ 1 GB 1080pയിലായതുകൊണ്ടിട്ട് കുറേ
ഈ റേ ട്രേസിംഗ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് VRAM ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗെയിമേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഒന്നും അല്ല. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ RTX 50 സീരീസിൻ്റെ ബ്ലാക്ക്വെൽ സീരീസിലുള്ള GPUs എല്ലാം GDDR7 ബേസ്ഡ് മെമ്മറിയാണ് വരുന്നത്. അപ്പോൾ GDDR7 ബേസ്ഡ് മെമ്മറി വളരെ ഫാസ്റ്റ് മെമ്മറിയാണ്, ഗെയിമിങ്ങിനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇതിൻ്റെ വേറെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 50 സീരീസ് കാർഡിൽ RTX 5050 എന്ന് പറയുന്ന ഒരു കാർഡ് ഉപയോഗിക്കുന്നത് പക്ഷേ GDDR6 ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. ആ കഴിഞ്ഞ ജനറേഷനിലുള്ള ഒരു മെമ്മറിയാണ്. മറ്റൊരു വശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AIക്കൊക്കെ വേണ്ടത് GDDR7 എന്ന് പറയുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള മെമ്മറി അത്ര ആവശ്യമില്ല, അവർക്ക് GDDR6 മെമ്മറി മതി. അപ്പോൾ ഈ NVIDIA ഉദ്ദേശിച്ചത് ഈ GDDR6 ഇറക്കുന്ന 5050 പോലെയുള്ള ഗ്രാഫിക് കാർഡിനെ ഒഴിവാക്കിയിട്ട് ആ ഒരു GDDR സംഭവം ആ ഒരു പ്രൊഡക്ഷനും കൂടി അവർക്ക് AIക്ക് കൊടുക്കാം. ഇതുവഴി നമ്മൾ ഇവരുടെ ഈ RTX 5060യുടെ PCB എന്ന് പറയുന്നത്, ഗ്രാഫിക് കാർഡ് ആ ഒരു ബോർഡ് എന്ന് പറയുന്നത് GDDR7 സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബോർഡാണ്. അപ്പോൾ അവർക്ക് ഓൾറെഡി ഗെയിമിങ്ങിന് മാത്രം യൂസ് ചെയ്യുന്നത്, അത് AIക്ക് ആവശ്യമില്ല. GDDR7 ഉണ്ടെങ്കിൽ കൊള്ളാം, പക്ഷേ വലിയ മെച്ചമില്ല. അപ്പോൾ അവർ ആ ഒരു RTX 5060യുടെ PCB ബോർഡ് എടുത്തിട്ട് അതിലേക്ക് GDDR7 വെച്ചുകൊണ്ടിട്ട് RTX 5050 ലെവലിലുള്ള ചിപ്പ് പിടിപ്പിക്കുന്നു. ഇതാണ് സംഭവം. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കോസ്റ്റ് ലാഭിക്കാനും പ്രോഫിറ്റ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നടത്തിയ ഒരു പരിപാടിയാണ്. പക്ഷേ NVIDIA മാർക്കറ്റിങ്ങിൽ എപ്പോഴും വളരെ ശക്തരാണ്. അവർ മാർക്കറ്റ് ചെയ്തത് ഗെയിമേഴ്സിന് വേണ്ടിയിട്ട് 1080pയിലൊക്കെ ഹെൽപ്ഫുൾ ആയിക്കൊണ്ടിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ 1 GB VRAM കൂടി തരുന്നു, അപ്പോൾ 8 GB ലിമിറ്റിൽ നിൽക്കേണ്ട ആവശ്യമില്ല, 1 GB എക്സ്ട്രാ കിടപ്പുണ്ട്, നിങ്ങളെല്ലാം റേ ട്രേസിംഗ് ഒക്കെ ഓണാക്കിക്കോളുക, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ടെക്സ്റ്റേഴ്സൊക്കെ അങ്ങോട്ട് അൾട്ര ഇട്ട് കളിക്കുക. അപ്പോൾ ഒറ്റനോട്ടത്തിൽ കേൾക്കുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആദ്യം കേൾക്കുമ്പോൾ ഗെയിമേഴ്സിന് എന്തായാലും എന്തെങ്കിലും കേട്ടല്ലോ നന്ദി എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിൻ്റെ പുറകിലൊരു ബിസിനസ് സ്ട്രാറ്റജി മാത്രമാണ്. സെയിൽസ് കൂട്ടുക, AI നിന്നുള്ള ലാഭം കൂട്ടുക, ഈ നമ്മുടെ ഗെയിമിങ്ങിന് വേണ്ടി GDDR7 ബേസ്ഡ് ഇറങ്ങുന്ന ഈ RTX 5050 പോലെയുള്ള കാർഡുകൾ അല്ലെങ്കിൽ 5060 പോലെയുള്ള കാർഡുകളൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് സെയിൽസ് കൊണ്ടുവരുന്ന കാർഡുകളാണ്. അപ്പോൾ അവരുടെ ഡബിൾ അതായത് AIക്ക് ആ പഴയ സംഭവം GDDR6 ആ 5050 ഉപയോഗിക്കുന്ന GDDR6 കൊടുക്കുക, എന്നിട്ട് നമ്മൾ GDDR7 ഉപയോഗിക്കുന്ന PCB RTX 5060യുടെ PCB എടുത്തിട്ട് 5050ലേക്ക് വെച്ചിട്ട് അതിൽ ആ പുതിയ മെമ്മറി വെച്ചിട്ട് നമുക്കും തരിക, രണ്ടുപേർക്കും ലാഭം. അപ്പോൾ NVIDIA വീണ്ടും എല്ലാ രീതിയിലും, മാർക്കറ്റിംഗ് ആണെങ്കിലും ടെക്കിലാണെങ്കിലും ഹാർഡ്വെയർ പ്രൊഡക്ഷനിലാണെങ്കിലും എല്ലാത്തിലും NVIDIA ഭീകരന്മാരാണ്. അപ്പോൾ നമ്മുടെ NVIDIA ഈ മാസം മാർച്ച് 31 ഡൈനാമിക് ഫ്രെയിം ജനറേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ടെക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഹാർഡ്വെയർ റിലേറ്റഡ് അല്ല, സോഫ്റ്റ്വെയർ റിലേറ്റഡ് ഉള്ള ഒരു ഡ്രൈവർ അപ്ഡേറ്റിലൂടെ വരുന്ന ഒരു ഫീച്ചറാണ്. വേറൊന്നുമല്ല, ഫ്രെയിം ജനറേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാൻ പാടാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രെയിംസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഗെയിം കുറച്ചും കൂടി ഫ്രെയിംസ് വേണം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഈ ടെക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ഫ്രെയിം എടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഫേക്ക് AI ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നിങ്ങൾ ഒരു ഫ്രെയിമിൽ നിന്ന് മറ്റൊരു ഫ്രെയിമിലേക്ക് മൂവ് ചെയ്യണം ആ ഒരു സ്പീഡിൽ, അതിൻ്റെ ഇടയിൽ ആ ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെയായിരിക്കും വരാൻ വേണ്ടി പോകുന്നത് എന്ന് വെച്ചുകൊണ്ട് ആ ഒരു ഇമേജ് ഇങ്ങനെ ആയിരിക്കും എന്ന് വരാൻ വേണ്ടി വിചാരിച്ചു കൊണ്ടിട്ട് അതിൻ്റെ ഇടയിൽ AI ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ട് ഇടുന്നു. NVIDIAയുടെ ഫ്രെയിം ജനറേഷൻ ടെക്ക് നല്ല അടിപൊളി ടെക്കാണ്. ഞാൻ ഈ ഇടയ്ക്ക് ചെയ്തിട്ടുള്ള ഞാനത് അപ്ലോഡ് ചെയ്തിട്ടില്ല, ഏതാണ് അപ്ലോഡ് ചെയ്യണമെന്ന് ആദ്യം ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, പറയാതിരിക്കാൻ വയ്യ. 2 ടൈംസ് ഫ്രെയിം ജനറേഷൻ ആണെങ്കിലും 4 ടൈംസ് ഫ്രെയിം ജനറേഷൻ ആണെങ്കിലും നല്ല അടിപൊളി ടെക്കാണ്. അപ്പോൾ ലേറ്റൻസി ഉണ്ടാവും, അതായത് നിങ്ങളിങ്ങനെ ഒറിജിനൽ ഫ്രെയിംസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് മൂവ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ആ ഇൻപുട്ട് ലാഗ് മനസ്സിലായത്, ഇങ്ങനെ ആ ഒരു മൂവ്മെൻറ്റ് ഇങ്ങോട്ടും അങ്ങോട്ടും വരാൻ നേരത്ത് ആ വരുന്ന ചെറിയ മില്ലി സെക്കൻഡ് വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സിംഗിൾ പ്ലെയർ സ്റ്റോറി മോഡ് ഗെയിംസിനാണ് ഫ്രെയിം ജനറേഷൻ കൂടുതൽ ഹെൽപ്ഫുൾ. നമ്മളുടെ FPS ഗെയിംസ്, അതായത് FPS അല്ല, ഈ സ്പോർട്സ് കോമ്പറ്റീറ്റീവ് ലെവലിൽ കളിക്കുന്ന ഗെയിംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രെയിം ജനറേഷൻ വെച്ചിട്ട് വലിയ കാര്യം ഇല്ല. അപ്പോൾ ഡൈനാമിക് ഫ്രെയിം ജനറേഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മോണിറ്റർ ഒരു 144 Hz മോണിറ്റർ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഫ്രെയിം ജനറേഷൻ ഓണാക്കി ഇട്ടിട്ടുണ്ടെങ്കിലുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡൈനാമിക് ഫ്രെയിം ജനറേഷൻ പുതിയ വരാൻ വേണ്ടി പോകുന്ന ഡൈനാമിക് ഫ്രെയിം ജനറേഷൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളിത് ഓണാക്കി ഇടുന്നു, അത് 2 ടൈംസ് നമ്മുടെ 50 സീരീസിൻ്റെ GPUസിലായിരിക്കും ഇത് വരാൻ വേണ്ടി പോകുന്നത്. ഇതുവരെ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ NVIDIA DLSS 4.5 അപ്ഡേറ്റിലൂടെ സംഭവം വേറൊന്നുമല്ല. അത് പറയുന്നതിന് മുമ്പ് ഞാൻ പറയാൻ വേണ്ടി, നമ്മളെ ബാക്കിയുള്ള എല്ലാ GPU 50 സീരീസ് അല്ലാത്ത ബാക്കിയുള്ള 20 സീരീസും 30 സീരീസിനുള്ള GPU ആണെങ്കിൽ പോലും നിങ്ങൾക്ക് 4 ടൈംസ് ഫ്രെയിം ജനറേഷൻ വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡൈനാമിക് ഫ്രെയിം ജനറേഷൻ 6 ടൈംസ് വരെയുള്ള എബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. പോരാത്തതിന് ഇത്
ടെക്കിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡൈനാമിക് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടി ഫ്രെയിം ജനറേഷൻ ഓക്കെ, അതല്ല ഡൈനാമിക് ഫ്രെയിം ജനറേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ മോണിറ്റർ ഒരു 144 ഹെർട്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ GPU നല്ല അടിപൊളിയായിട്ട് പുഷ് ചെയ്യാനായിട്ടുള്ള ഒരു ലിമിറ്റഡ് ഫ്രെയിം ജനറേഷൻ ഒരു 100 എത്തി 120 എത്തി എന്ന് വിചാരിക്കുക. 120 എത്തിയിട്ടുണ്ടെങ്കിൽ 144 ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഡൈനാമിക് ഫ്രെയിം ജനറേഷൻ ഫീച്ചർ ഓൺ ആക്കിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീച്ചറിലൂടെ 2 ടൈംസ് 4 ടൈംസ് ഓൺ ആക്കിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത് 144 FPS ആയിരിക്കും. അതിൽ കൂടുതൽ ആവശ്യമില്ല. അപ്പോൾ ഒരു ഗെയിമിൻ്റെ സംഭവത്തിൽ എല്ലാ സ്ഥലത്തും ഒരേ സമയം കൺസിസ്റ്റൻ്റ് ആയിട്ട് 144 FPS പുഷ് ചെയ്യാറില്ല. ചില സമയത്ത് പുഷ് ചെയ്യാറുണ്ടാവും, പക്ഷേ നമ്മുടെ GPUയിൽ വരുന്ന സ്ട്രെസ്സ് ചിലപ്പോൾ ചില കുഞ്ഞ് ഏരിയാസ് ഉള്ള അല്ലെങ്കിൽ അധികം മൂവ്മെൻറ്റൊന്നും കാര്യങ്ങളൊന്നുമില്ല, അധികം വർക്കൊന്നും ഇല്ലാത്ത ഏരിയസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഗ്രാഫിക്കാണ് ഒരുപാട് പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. 100% ലോഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ലോഡ് കുറയുന്നു. അപ്പോൾ ഈ ഡൈനാമിക് ഫ്രെയിം ജനറേഷൻ ചെയ്യാൻ വേണ്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഫ്രെയിം ജനറേഷൻ 2 ടൈംസ് ഉപയോഗിക്കണോ 4 ടൈംസ് ഉപയോഗിക്കണോ 6 ടൈംസ് ഉപയോഗിക്കണോ എന്ന് തീരുമാനിച്ചുകൊണ്ടിട്ട് ആ ഒരു ഫ്രെയിം റേറ്റിൽ ഫിക്സ് ചെയ്യുകയും ഇതിൻ്റെ ഇടയിൽ കൂടി തന്നെ റെസൊല്യൂഷനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അപ്പ് സ്കെയിലിംഗ് പോലത്തെ ടെക്കുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ തന്നെ ഒരു പക്ഷേ നിങ്ങൾ ഒരു 4Kയിലാണ് ഉപയോഗിക്കണമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് 4K ഒരു 100 FPS ആണ് നിങ്ങളുടെ ടാർഗറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാ സ്ഥലത്തും അപ്പ് സ്കെയിലിംഗ് ഇപ്പോൾ ഒരു ക്വാളിറ്റി ലെവൽ അപ്പ് സ്കെയിലിംഗ് ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ 1440p റെസൊല്യൂഷനിൽ നിന്നാണ് അത് അപ്പ് സ്കെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതനുസരിച്ചുകൊണ്ടിട്ട് ഇപ്പോൾ ചില ഇൻറ്റൻസീവ് സിറ്റുവേഷനിൽ ആ ഒരു 100 ടാർഗറ്റ് അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രെയിം ജനറേഷൻ്റെ ഇടയിൽ തന്നെ അവൻ 1080pയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് അപ്പ് സ്കെയിൽ ചെയ്തുകൊണ്ടിട്ട് നിങ്ങൾക്ക് 4K റെസൊല്യൂഷനിൽ 100 FPS ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഇതാണ് ഫ്രെയിം ജനറേഷൻ, ഡൈനാമിക് മൾട്ടി ഫ്രെയിം ജനറേഷൻ. അടിപൊളി ഫീച്ചർ ആയിരിക്കും. NVIDIA ചെയ്തുകൊണ്ടിട്ട് ഇവരുടെ ടെക് എല്ലാം സോഫ്റ്റ്വെയർ ടെക്, ഇവരുടെ ഹാർഡ്വെയർ എപ്പോഴും ജനറേഷനലി അടിപൊളി സംഭവം തന്നെ ആയിരിക്കും എല്ലാ ജനറേഷൻ കൊണ്ടുവരുന്നത്. പക്ഷേ നമുക്ക് ഇതിനൊരു പ്രീമിയം പ്രൈസ് ഫീച്ചർ ഉണ്ട്. എപ്പോഴും NVIDIAക്കാൾ എക്സ്പെൻസീവ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇവരുടെ ടെക്കും അതേപോലെ നല്ല അടിപൊളി ടെക്കാണ്. പവർ കുറച്ച് വലിക്കുന്ന കാർഡുകൾ 5090 കുറിച്ചിട്ടല്ല ഞാൻ പറയണത്, അല്ലാണ്ടുള്ള ബേസ് ഈ 50 സീരീസ് ഇല്ല 60 സീരീസ് അല്ലെങ്കിൽ നമ്മുടെ 60 Ti കാർഡുകൾ അല്ലെങ്കിൽ 70 സീരീസ് കാർഡുകളൊക്കെ അത്യാവശ്യം ഡീസൻറ്റ് പവർ ഡ്രോ നല്ല പെർഫോമൻസ് ഒക്കെ തരുന്ന അടിപൊളി കാർഡുകളാണ്. അപ്പോൾ ഇതാണ് ഡൈനാമിക് മൾട്ടി ഫ്രെയിം ജനറേഷൻ. ഈ മാസം മാർച്ച് 31 ഒരു ഡ്രൈവർ അപ്ഡേറ്റിലൂടെ നിങ്ങൾക്കും അത് സ്വന്തമാക്കാം. ഗൈസ്, അപ്പോൾ അവസാനമായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ മാക്ബുക്ക് പുതിയ ലാപ്ടോപ്പല്ല മാക്ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇതൊരു പുതിയൊരു ലെവലാണ്. ഇത്രയും നാൾ അവരുടെ $400-500-600 അതായത് 40-60 രൂപ ഒരു ബഡ്ജറ്റിൽ വരുന്ന ലാപ്ടോപ്പ് എന്ന് പറയുന്നത് വിൻഡോസ് ആണ് മികച്ചു നിന്നിരുന്നത്. അപ്പോൾ നമ്മളുടെ ഇത് മാക്ബുക്ക് എയർ ആണ്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഓഫറിൻ്റെ സമയത്ത് 95,000 1 ലാഖിൻ്റെ ഇടയിൽ വന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ എടുത്ത സമയത്ത്. ഇപ്പോൾ ആ ഒരു ബഡ്ജറ്റിലാണ് മാക്ബുക്ക് തുടങ്ങിയിരുന്നത്, മാക്ബുക്ക് എയർ പോലെയുള്ള സംഭവം തുടങ്ങിയിരുന്നത്. ഇപ്പോൾ മാക്ബുക്ക് നിയോ എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടി പ്രൈസ് താഴ്ത്തിക്കൊണ്ടിട്ട് ഒരു $400-500 മെമ്മറി മാറുന്നതനുസരിച്ചിട്ട് ഫീച്ചേഴ്സ് മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് 400-500ൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു മാർക്കറ്റ് പിടിക്കുക. അതായത് ബേസിക്കലി സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്യുക. വിൻഡോസ് സമാധാനപരമായിട്ട് പിടിച്ചുകൊണ്ടിരുന്ന മാർക്കറ്റായിരുന്നു ആ ഒരു ബഡ്ജറ്റ് റേഞ്ച്. ഇപ്പോൾ അതും കൂടി കൈയടക്കാൻ വേണ്ടിയിട്ട് ആപ്പിൾ നിയോ എന്ന് പറയുന്നൊരു പുതിയ മാക്ബുക്കായിട്ട് ആപ്പിൾ നിയോ, അതിൻ്റെ എന്തെന്നാ പറയണമെന്ന് എനിക്കറിയില്ല, ആ സംഭവം പിടിക്കാൻ വേണ്ടിയിട്ട് അവർ എത്തിയിട്ടുണ്ട്. ഈ നിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1.25 കിലോ ആണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വെയിറ്റ്. 13 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് 2K അതായത് എക്സാക്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ 2408x10006 ഏകദേശം 2K റെസൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സംഭവം വേറൊന്നുമല്ല, 13 ഇഞ്ചിലാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത്, IPS LCD ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ 219 പിക്സൽസ് പെർ ഇഞ്ചാണ് വരുന്നത്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്നത് ഒരു 1080p ഡിസ്പ്ലേ ആണ്, 1080p 24 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് 91-95 താഴെ ആയിരിക്കണം പിക്സൽസ് പെർ ഇഞ്ച്. അതായത് ആ ഒരു കാണുന്ന ഇമേജ് ഇങ്ങനെ വലിച്ചു വെക്കുന്ന റെസൊല്യൂഷൻ അനുസരിച്ച് വലിച്ചു വെക്കുന്ന ഒരു ഇത്. അപ്പോൾ 2K റെസൊല്യൂഷനിൽ 219 ppi എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള എന്താ പറയുക, പിക്സൽ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. നല്ല അടിപൊളി ഇമേജ് ക്ലാരിറ്റി അല്ല, ആ ഒരു വൈബ്രൻസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വേറെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5000 nits ആണ് ബ്രൈറ്റ്നസ്, അതായത് നല്ല അടിപൊളി ബ്രൈറ്റ്നസ് ആണ്. അപ്പോൾ ഈ ബ്രൈറ്റ്നസ്സും ഈ ഒരു പിക്സൽ ഡെൻസിറ്റി ഒക്കെ ചേർന്നത് ഡിസ്പ്ലേ നല്ല അടിപൊളിയായിരിക്കും. ഇതിൻ്റെ CPU എന്ന് പറയുന്നത് നമ്മളുടെ iPhone 16 Pro അല്ലെങ്കിൽ Pro Maxലൊക്കെ ഉപയോഗിക്കുന്ന സെയിം CPU ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതായത് CPU തന്നെ
വരുന്ന ആ ഒരു റാമിലൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു ഫീച്ചറാണ്. ഈ കുഞ്ഞൻ CPU ആണ് ഉപയോഗിക്കുന്നത്. 6 കോറാണ് വരുന്നത്. അതിൽ 2 പെർഫോമൻസ് കോറും 4 എഫിഷ്യൻസി കോറും. എൻ്റെ ഈ മാക്ബുക്ക് എനിക്ക് തോന്നുന്നത് 4 കോറാണ്. അതിൽ 2 തോന്നുന്നത് പെർഫോമൻസ് കോർ വരുന്നത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ എന്നാൽ പോലും ഇത് ആപ്പിളിൻ്റെ ടെക്ക് അടിപൊളിയാണ്. വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും കുറച്ച് അത്യാവശ്യം നല്ല വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് ഉപയോഗിച്ചോളും. കുറേ കോഴ്സൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിടാം. വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈസിയായിട്ട് അടിപൊളിയായിട്ട് റൺ ചെയ്തോളും. പിന്നെ പോരാത്തതിന് 5 കോർ വരുന്ന ഒരു GPU ആണ് ഇവർ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPU തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു റാമാണ്. 8GB ആണ് ഇതിൻ്റെ മൊത്തം റാം. ബേസിക്കലി നിങ്ങൾക്ക് ഗെയിം കളിക്കാനായിട്ടുള്ള പരിപാടിയൊന്നും വലിയ നോക്കേണ്ട ആവശ്യം ഇല്ല. ആ ഒരു പൈസക്ക് അത് എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. പക്ഷേ നിങ്ങൾക്ക് ബ്രൗസിങ്ങിനും ചെറിയ ചെറിയ വർക്കുകൾക്കും ചെറിയ കുഞ്ഞൻ 1080p വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഓൺ ദ ഗോ ബേസിക്കലി വർക്ക് ഒരു സ്റ്റുഡൻറ്റ് കുറച്ച് പ്രോജക്ട്സ് ഒക്കെ ഉണ്ട്. പ്രോജക്റ്റ് എന്ന് വെച്ചാൽ വർക്ക് റിലേറ്റഡ് ആയിരിക്കാം, പഠിത്തം റിലേറ്റഡ് ആയിരിക്കാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓൺ ദ ഗോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു സംഭവമാണ് ഈ മാക്ബുക്ക് നിയോ. 256GB 512GB ഈ ഒരു വേരിയന്റ് വരാൻ വേണ്ടി പോകുന്നത്. അതിൽ 256GB നോ ടച്ച് ID, 512GB മോഡലിൽ മാത്രമാണ് ടച്ച് ID വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന ലാപ്ടോപ്പ് എന്ന് പറയുന്നത് M1 ചിപ്പാണ്. അതായത് മാക്ബുക്ക് എയറിൽ വരുന്ന M1 ചിപ്പാണ് ഉപയോഗിക്കുന്നത്. ഇവരെക്കാളും 43% ഫാസ്റ്ററാണ് ആ ഒരു ചിപ്പ്. അതായത് ആപ്പിൾ 16 Pro Maxൻ്റെ ആ ഒരു ചിപ്പ് സംഭവം. ഞാൻ ഇതിൽ അത്യാവശ്യം 1080p വീഡിയോ എഡിറ്റിംഗ് 4K വീഡിയോ ഫോണിൽ റെക്കോർഡ് ചെയ്ത HV ആ ഒരു ഫോർമാറ്റിൽ വരുന്ന സംഭവങ്ങളെല്ലാം ഞാൻ എഡിറ്റ് ചെയ്യാറുണ്ട്. ഇതിൽ ചാർജ് കുത്തിയിട്ടാണ് എഡിറ്റ് ചെയ്യാറ്. ഡാവിഞ്ചി റിസോൾവിലൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലാപ്ടോപ്പ്. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓടാറുണ്ട്. അപ്പോൾ ഇതിനേക്കാളും 43% ഫാസ്റ്ററാണെന്നാണ് പറയുന്നത്. അപ്പോൾ മൾട്ടി കോർ പെർഫോമൻസ് ആണെങ്കിൽ പോലും iPhone 16 Pro Maxനേക്കാളും ഫാസ്റ്ററാണ്. ഒരു പ്രത്യേക രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമല്ലോ മാക്ബുക്കിൽ നിയോയിലേക്ക് വരാൻ നേരത്തെ. SSD എന്ന് പറയുന്നത് റീഡ് സ്പീഡ് 1591 MB/s, റൈറ്റ് സ്പീഡ് 1574 MB/s. കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതാണ് മാക്ബുക്കിൻ്റെ സീരീസിലുള്ള ലാപ്ടോപ്പുകളിൽ മാക്ബുക്കുകളിൽ വരുന്ന ഏറ്റവും സ്ലോവസ്റ്റ് SSD ആണ് ഈ മാക്ബുക്ക് നിയോയിൽ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. Wi-Fi 6E ഉണ്ട്, ബ്ലൂടൂത്ത് 6 ഉണ്ട്, 2 USB-C ഉണ്ട്, ഒരു 3.5 ഹെഡ്ഫോൺ ജാക്കും ഉണ്ട്. സെയിം മാക്ബുക്ക് എയറിനെ പോലെ തന്നെ. അതിലൊരു USB-C പോർട്ട് USB 3.0 10GB/s വരെയുള്ള സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പോർട്ട് വെറും 480 MB/s മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഡുവൽ സ്പീക്കേഴ്സ്, സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട്, പോരാത്തതിന് ഫേസ് ടൈം ക്യാമറ, ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 1080pയിലായിരിക്കും ആ ഒരു ക്യാമറയും വരുന്നത്. കീബോർഡിൻ്റെ ഫീച്ചറിൽ കീബോർഡിൻ്റെ ബാക്ക് ലൈറ്റും വരുന്നില്ല. ടച്ച് പാഡിൽ ഫോഴ്സ് ടച്ചിൻ്റെ ഫീച്ചറും വരുന്നില്ല ഈ ഒരു സംഭവത്തിൽ. ബാറ്ററി എന്ന് പറയുന്ന നേരത്ത് ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത് 16 മണിക്കൂർ വീഡിയോ സ്ട്രീം ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ യൂട്യൂബ് വെച്ചിട്ട് പ്ലേ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 16 മണിക്കൂർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നെറ്റ്ഫ്ലിക്സ് ഒക്കെ ആണെങ്കിലും 16 മണിക്കൂർ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബ്രൗസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 11 മണിക്കൂർ വരെ പറ്റും. അതായത് ജസ്റ്റ് വർക്ക് റിലേറ്റഡ് റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 11 മണിക്കൂർ വരെ. അത് ഡിപ്പെൻഡ് ചെയ്യും എത്ര സംഭവങ്ങൾ നിങ്ങൾ ഓപ്പൺ ആക്കി ഇടുന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പോൾ ബേസിക് ബ്രൗസിങ് മാത്രമാണെന്നുണ്ടെങ്കിൽ 11 മണിക്കൂർ വരെ ഈ സാധനം ഓടിക്കോളും. ഇപ്പോൾ പറയുന്നത് $599 ആണ് 256GB മോഡലിന്. ഇതിന് ടച്ച് ID ഒന്നും ഉണ്ടാവില്ല. പിന്നെ 699 512GB മോഡൽ. പിന്നെ ഒരു സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ടിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ 499 സ്റ്റാർട്ടിംഗ് പ്രൈസിന് തരുന്ന ഒരു ഓപ്ഷനും കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ അത് ഡിസംബർ സമയത്തൊക്കെ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എടുക്കരുത്. കാരണം 2027 ഒരു സെക്കൻഡ് ജനറേഷൻ മാക്ബുക്ക് നിയോയും കൂടി വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ആ സാധനം മേടിക്കുക, പിന്നെ മാക്ബുക്കിൻ്റെ നിയോയുടെ ടെക്കിൻ്റെ വിശേഷങ്ങൾ നോക്കാതിരിക്കുക. കാരണം എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും ടെക്നോളജിയും ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മേടിക്കുക, ബാക്കി ആ ഒരു ഫീൽഡിലായിട്ട് മറന്നു കളയുക. പിന്നെ ഒരു റൂമർ ലെവലിലുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ടച്ച് സ്ക്രീൻ സപ്പോർട്ടും കൂടി ഉണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു പുതിയ അപ്ഡേറ്റിൽ ഉണ്ടാവാം, പുതിയ വെർഷനിൽ ഉണ്ടാവാം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ച് ഇത് റൂമർ ബേസ്ഡ് മാത്രമാണ്. ചിലപ്പോൾ ഒരു മിഡ് റിഫ്രഷ് എന്നൊക്കെ പറയുന്ന പോലെ എന്നുള്ള രീതിയിൽ ഒരു ടച്ച് ഡിസ്പ്ലേയും കൂടി വരുന്നുണ്ടാവാം. അപ്പോൾ സംഭവം ഈ കുഞ്ഞ് വിൻഡോസ് ടാർഗറ്റ് ചെയ്തിരുന്ന പ്രൈസ് റേഞ്ചിലുള്ള മാർക്കറ്റ് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് മാക്ബുക്ക് നിയോ കൊണ്ടുവരുന്നത്. സംഭവം നിങ്ങൾ ദൈവത്തോർത്ത് ഗെയിമിംഗ് എന്നുള്ള രീതിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് കൊടുത്തെടുക്കരുത്. അതേസമയം കുറച്ച് വർക്ക് ലോഡ്, ബാറ്ററി നല്ല അടിപൊളി ബാറ്ററിയാണ്. ഇത് നല്ല അടിപൊളിയായിട്ട് നീണ്ടു നിൽക്കും. 20 വാട്ട് മറ്റേ 20 വാട്ടിൻ്റെ ചാർജർ വെച്ചിട്ടുള്ള ഒരു ബാറ്ററി ബോക്സിൽ വരുന്നത് അതാണെന്നാണ് ഞാൻ വായിച്ചത്.
അപ്പോൾ 8 GB VRAM ആണ് ലിമിറ്റ്. ഇതുവരെ ഇറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും സ്ലോവസ്റ്റ് SSD ആണ് ഈ മാക്ബുക്ക് നിയോ യൂസ് ചെയ്യുന്നത്, മാക്ബുക്കിൻ്റെ സീരീസിൽ വരുന്ന ലാപ്ടോപ്സിൽ മാക്ബുക്കിൽ വെച്ചിട്ട്. പിന്നെ പോർട്ടിൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള പോർട്ടിൻ്റെ പരിപാടികളും ഉണ്ട്. അപ്പോൾ ഗെയിമിങ്ങിനൊന്നും വേണ്ടിയിട്ട് ഇതൊരു ഹാർഡ്വെയർ TV ഗെയിമിങ്ങിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ചാനൽ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കരുത്. അതേസമയം വർക്ക് റിലേറ്റഡ് ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് മാക്ബുക്കിൻ്റെ മാക്ബുക്ക് എയർ എന്നുള്ള M1 ചിപ്പിൻ്റെ ആ ഒരു സംഭവം ഇരിക്കുന്ന സാധനം ഈ ഒരു കളറായതുകൊണ്ടിട്ട് അത്യാവശ്യം എനിക്ക് തോന്നുന്നു 11-12 രൂപയോളം വിലക്കുറവിലാണ് എനിക്ക് സാധനം കിട്ടിയത്, ഈ ഒരു റോസ് ഗോൾഡിൻ്റെ ഒരു വെർഷൻ. അപ്പോൾ ഞാൻ ബേസിക്കലി ഉപയോഗിച്ചിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല പെർഫോമൻസ് ആണ് ഈ സാധനം തരുന്നത്. അപ്പോൾ ഇതിനേക്കാളും 43% ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു ചിപ്പാണ് അതിലും വിലക്കുറവിൽ കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് ഈ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ മാക്ബുക്ക് എയറും ബഡ്ജറ്റ് ലെവലിലുള്ള മാക്ബുക്ക് എയറും മാക്ബുക്ക് നിയോയും ഇപ്പോൾ 2 ഉണ്ട്. ഞാൻ ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മാക്ബുക്ക് നിയോ ആയിരിക്കും. ബേസിക് ലെവലിലുള്ള വർക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ചിപ്പിനേക്കാളും 43% ഫാസ്റ്ററാണ് ആ ചിപ്പ്. പക്ഷേ ഇതിൽ പോലും ഞാൻ വീഡിയോ എഡിറ്റിംഗ് പരിപാടി ഡാവിഞ്ചി റിസോൾവ് ഒക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്. ഈസി ആയിട്ടല്ല, കുത്തിയിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹാർഡ്വെയർ വെച്ചിട്ട് എന്താ പറയുക, വലിയ കുഴപ്പമില്ലാതെ പോയിക്കോളും. റെൻഡറിങ്ങിൽ മാത്രമാണ് കുറച്ച് ടൈം എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഹാർഡ്വെയർ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.